നമസ്കാരം. സൈബർ തട്ടിപ്പിന് ഇരയായ കരുനാഗപ്പള്ളി സ്വദേശിനിക്ക് 10 ലക്ഷം രൂപ നഷ്ടമായ കേസിൽ പ്രതിയെ ജാർഖണ്ഡിലെത്തി പിടികൂടി കേരള പോലീസ്. കേസിൽ പ്രധാന പ്രതികൾ ഒരാളായ അക്തർ അൻസാരിയാണ് കരുനാഗപ്പള്ളി പോലീസ് ജാർഖണ്ഡിൽ നിന്നും പിടികൂടിയത്. ജാർഖണ്ഡിലെത്തിയ കേരള പോലീസ് 13 ദിവസം നീണ്ട തെരച്ചിലിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത്. മറ്റ് പ്രതികൾക്കായും അന്വേഷണം ഊർജിതമാക്കി. 15 പേരടങ്ങുന്ന തട്ടിപ്പ് സംഘത്തിലെ മറ്റ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 13 ദിവസം പോലീസ് ജാർഖണ്ഡിലെ പലയിടങ്ങളിൽ തെരച്ചിൽ നടത്തി. ഒടുവിൽ ജാംതാര ജില്ലയിലെ കർമ്മത്താർ ഗ്രാമത്തിൽ നിന്നും തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയായ അക്തർ അൻസാരിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. 15 പേരടങ്ങുന്ന സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ കഴിയാതെ വന്നപ്പോൾ ഗൂഗിളിൽ തിരഞ്ഞു കണ്ടെത്തിയ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെട്ടതോടെയാണ് കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം സ്വദേശിനിക്ക് പണം നഷ്ടമായത്. കസ്റ്റമർ കെയർ നമ്പർ എന്ന് കരുതി സൈബർ തട്ടിപ്പ് സംഘം നൽകിയിരുന്ന വ്യാജ നമ്പറിലാണ് ബന്ധപ്പെട്ടത്. സഹായിക്കാമെന്ന വ്യാജന നിർദ്ദേശങ്ങൾ നൽകിയ സംഘം 10 ലക്ഷത്തിലധികം രൂപ ഇവരുടെ അക്കൗണ്ടിൽ നിന്നും കൈക്കലാക്കി. പണം നഷ്ടമായ ഉടൻ ഇവർ കരുനാഗപ്പള്ളി പോലീസിന് പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണം ജാർഖണ്ഡിലേക്ക് എത്തുകയായിരുന്നു. 15 പേരടങ്ങുന്ന സംഘമാണ് തട്ടിപ്പുകൾ നടത്തുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പ് സംഘത്തിന് വെബ്സൈറ്റ് നിർമ്മിച്ചു നൽകിയ റാഞ്ചി സ്വദേശിയായ ആശിഷ് കുമാർ, സംഘത്തലവൻ ഹർഷാദ, വ്യാജ സിമ്മുകൾ, വ്യാജ ID കാർഡുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന ബംഗാൾ സ്വദേശി ബബ്ലു എന്നിവരെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ജാർഖണ്ഡിന് പുറത്ത് ATM-ൽ നിന്നും പണം പിൻവലിക്കാൻ തട്ടിപ്പ് സംഘത്തെ സഹായിക്കുന്ന സൽമാനെയും ഇയാളുടെ സഹായികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം കൃത്യമായി വീതിച്ചു നൽകുന്നതാണ് പ്രതികളുടെ രീതി. പണം ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപിച്ചാൽ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഗ്രാമീണരുടെ പേരിൽ NSDL അക്കൗണ്ട് തുടങ്ങിയാണ് കൈമാറ്റം ചെയ്തിരുന്നത്. അറസ്റ്റിലായ പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളിലൂടെ മറ്റ് പ്രതികളിലേക്ക് വൈകാതെ എത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതേസമയം കടുത്തുരുത്തിയിൽ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിന് ഇരയായ വൈദികരെ തേടി ED അന്വേഷണവും ഉണ്ടാകുമെന്ന വാർത്ത പുറത്തുവരുന്നുണ്ട്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ചതിനെ തുടർന്ന് 1,41,00,000 രൂപ നഷ്ടമായ വൈദികനോട് പണത്തിന്റെ ഉറവിടം ആരാഞ്ഞിരിക്കുകയാണ് ED. അതേസമയം വൈദികൻ ഇത്രയും വലിയ തുക നിക്ഷേപിച്ചത് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും പലരിൽ നിന്നും വായ്പ വാങ്ങിയാണെന്നും പോലീസ് കണ്ടെത്തി. ആദ്യം നൽകിയ തുകയ്ക്ക് കൃത്യമായി പലിശ നൽകി വൈദികനെ കെണിയിൽ വീഴ്ത്തിയ ശേഷം വൻ തുക തട്ടുകയായിരുന്നു. സഹോദരയുടെ വീട് നിർമ്മാണത്തിനായി സ്ഥലം വിറ്റു കരുതിയിരുന്ന 70 ലക്ഷം രൂപയും വൈദികൻ കടം വാങ്ങി വ്യാജ മൊബൈൽ ആപ്പിലൂടെ നിക്ഷേപിച്ചു. ഈ പണവും നഷ്ടമായി. ആദ്യം 50 ലക്ഷവും പിന്നീട് 17 ലക്ഷവും കൈമാറി. വാഗ്ദാനം ചെയ്ത രീതിയിൽ പണം തിരികെ ലഭിച്ചതോടെ പലരിൽ നിന്നായി സ്വരൂപിച്ച 1,41,00,000 രൂപ വൈദികൻ നിക്ഷേപിക്കുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് വൈദികൻ പണം കൈമാറിയിരുന്നെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കടുത്തുരുത്തി SHO TS റനീഷ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതോടെ പോലീസ് സംഘം ബാങ്കുമായി ബന്ധപ്പെട്ട് വൈദികന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 28 ലക്ഷം രൂപ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലേക്ക് പോകാതെ മരവിപ്പിച്ചിട്ടുണ്ട്. ഈ പണം വൈദികന് തിരികെ ലഭിക്കും. 850% ലാഭം വാഗ്ദാനം ചെയ്താണ് വൈദികനുമായി തട്ടിപ്പ് സംഘം ഇടപാട് നടത്തിയതെന്നും പോലീസ് പറയുന്നു.